മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ടെറസിലേക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വഴിക്ക് വീഴുന്നുള്ളത് ഉറപ്പാണ്. മഴയുള്ളപ്പോൾ രാവിലെ പൂ പറിക്കാൻ പോകണതിൻ്റെ നല്ലോണം പേടിച്ച് സൂക്ഷിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോവാറ്. പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആരും അറിയില്ല ഞാൻ മേലെ വീണ് കിടന്നാൽ. അപ്പോൾ എന്തായാലും വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരുപാട് പായലും അങ്ങനെയൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ. ടെറസ് മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കണം വിചാരിക്കുമ്പോഴൊക്കെ വൈകുന്നേരം ആകുമ്പോൾ മഴയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസം നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ മേലെ ടെറസൊക്കെ ഒന്ന് ഉണങ്ങി പായലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ടെറസൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് നമ്മുടെ ടെറസ് ക്ലീനിങ് ആണ്. ഞാനിങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ടെറസൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കാറ്റത്ത് നല്ലോണം ഇലയൊക്കെ പൊഴിയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് ടെറസിലോട്ട് പോകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മാസത്തിലൊരിക്കൽ ഇങ്ങനെ ടെറസിൽ പുല്ലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ മഴ സമയത്ത് നല്ലോണം പുല്ല് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ഇതിലൊക്കെ നല്ലോണം പുല്ല് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കിയാലാണ് നമ്മുടെ ചെടികൾക്കും കൂടി നല്ലത്. അതാണ്. ഇല്ലാതെ നമ്മൾ ചെടികളിൽ ഇങ്ങനെ പുല്ല് മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലിടുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കണതൊക്കെ നമ്മൾ അതിലേക്ക് പുല്ലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ചെടിക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ടെറസൊക്കെ വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് പിന്നെ വൃത്തിയാക്കിയിടും. അപ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലും അതുപോലെ ടെറസിലോട്ട് പോകുമ്പോഴൊക്കെ ഒരു നല്ലൊരു മൂഡായിരിക്കും കേട്ടോ. അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ഒരാഴ്ചയൊക്കെ ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. പിന്നെയും നല്ലോണം കാറ്റത്തും അങ്ങനെ പൊടിയും ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടൊക്കെ ആവും. എന്നാലും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വൃത്തിയാക്കി ഇടും ഞാൻ. പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ 2-3 വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു. നമ്മളിങ്ങനെ മഴ ആയതുകൊണ്ട് തന്നെ നല്ലോണം വളമൊന്നും ഇട്ട് കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വഴുതനങ്ങയൊക്കെ വലുതാവണമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വലുപ്പേ വരുന്നുള്ളൂ. പിന്നെ നല്ലോണം ചീര ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മണത്തക്കാളി കീരയായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ച് കുറച്ച് ഉപ്പേരിയും വെച്ച് കുറച്ച് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ടെറസൊക്കെ വൃത്തിയാക്കി. അങ്ങനെ എൻ്റെ ടെറസ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചീരയൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.